ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. അങ്ങനെ വീട്ടിൽ നിന്നൊരു പ്രൊമോഷൻ വീഡിയോ ആണ്. മഴ ചാരുമ്പോൾ മൂക്കിൽ നല്ല തണുപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നിലവിളിക്കേണ്ടി വരും. ഇതെന്താ സാധനം എന്നറിയോ? ഇത് മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. ആ അലയാണെങ്കിലും അങ്ങോട്ട് അടുക്കണില്ല ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ നമുക്കൊരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഈ ഒരാൾ ഗൈസ് കുട്ടിനെ കളിപ്പിക്കുകയാണ്. കുഞ്ഞിത്താത്തേനെ ഞങ്ങളുടെ ചെറിയ കുഞ്ഞിത്താത്തയാണ്, പക്ഷേ ഓളിപ്പോൾ വലിയ താത്തയാണ്. എന്താ ബേബി എന്ന് വിളിക്കണൊക്കെ. ബേബിക്കൊരു അബോർഡ്ത്താ, ബേബിക്കൊരു അബോർഡ്ക്ക് 2 വയസ്സ് പോലും തികയാത്ത എൻ്റെ കുഞ്ഞിത്താത്തയാണ് കഴിച്ചത്. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് നാദനീകിയ താരമേ തളിര ഒരു അബോർഡ്ത്താ. ഏ ഐബു ഐബു അലേഹി മെല്ലെ കാട്ടെ, തല്ലി കൊല്ലുചി അലേഹ. ഇനി കടിക്കല്ലേ. എന്തൊരു ദ്രോഹമാണ് ദ്രോഹിക്കണെന്ന് അറിയോ? ഓള് കുടിക്കണ പാല് കുട്ടിക്ക് കൊടുക്കുക. അലേഹ ജന്ത കാട്ടണ അലേഹ, പാലൊന്നും ഇല്ലട്ടയില്ലേ. ഇജ്ജ് ചെയ്യണൊക്കെ ഇജ്ജ് കുട്ടിക്ക് ചെയ്യാ. ഇജ്ജേ ഒരു കുട്ടിയാണ്. അതിലും വലിയ ഇജ്ജ് വല്യമാരെ സ്വഭാവം എടുക്കാൻ നിൽക്കണം എനിക്ക്. രണ്ടാളും ഐബും അലേഹി കടന്നുറങ്ങുകയാണ്. എൻ്റെ മക്കളെ, എൻ്റെ ഐബു ഷുട്ടിയും എൻ്റെ അലേഹ ഷുട്ടി. അതിൻ്റെ മേത്തുനിന്ന് മാറിക്ക് ശ്വാസം കിട്ടൂല അതിന്. കുഞ്ഞിത്താത്തൊക്കെ ഇപ്പോഴാണ് ഇഷ്ടം വരൽ തുടങ്ങിയത്. മറ്റേത് കുഞ്ഞിത്താത്ത ഫുള്ള് ചെറുക്കടൊക്കെ ബിറ്റുകളുടെ ഈ ചെറി കണ്ട പോരെ നമ്മളുടെ ഏത് ടെൻഷനും മാറൂലേ. നമ്മളെ ടെൻഷനൊക്കെ മാറൂലടാ ചക്ക അല്ലേ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഖത്തർ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മളുടെ റൂമിലെത്തിയ അലേഹ കാട്ടുന്ന കളിയാണ് ഐബൂനത്. ഉമ്മ വെച്ച് അവ വെച്ച് ഒരു പരിവാക്കിക്കണ്. കുട്ടിയുടെ വിചാരം ഗൾഫിൽ നിന്ന് ഖത്തറിൽ നിന്ന് കൊടുക്കുന്ന ബൊമ്മക്കുട്ടി അണിച്ചിട്ട് അതിന് എന്തൊക്കെ കാട്ടണ്. അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ, അർവനമുട്ടിൻ്റെ താളമായി ആടിയുലൻ്റെ കൽവിലെ വെള്ളിമണിക്കോലു സണിഞ്ഞ പെണ്ണേ, വെണ്ണിലാവും മോഹിക്കും നിന്നെ, സുന്ദരി നീ വന്നു ഗസലാ, സുറുമ വരച്ച പെണ്ണെ നെഞ്ചില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ, ചന്ദനമേനി നിന്റെ മഹിമ. ഗൈസ് അങ്ങനെ ഇന്നെൻ്റെ വീട്ടിലെ നനച്ചുള്ളിപ്പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾ ബെഡ്റൂമിലെ സകല ഡ്രസ്സും ഒഴിവാക്കുന്നുണ്ട്, ഒരാൾ കിച്ചണൊക്കെ അടിച്ചൂരി കഴിഞ്ഞ. നോമ്പായോ? ഇപ്പം എന്തെങ്ങൾക്ക് പറ്റിയേ? രാവിലെ എണീച്ചപ്പോൾ ഫുള്ള് നനച്ചു കുളിപ്പണിയാണല്ലോ ഇവിടെ. എൻ്റെ മക്കളെ, മാസം കൂടുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണോ? ഇത് ഒഴിവാക്കട്ടെ. അങ്ങനെ ഒഴിവാക്കി ഇതാ കണ്ട ഡ്രസ്സൊക്കെ ഒഴിവാക്കുക. ഇവളുടെ ഏകദേശം ഒരു 12 തട്ടുണ്ട് ഇതിൽ. ഒക്കെ പ്രമോഷന് വന്ന കുറേ തട്ടങ്ങളല്ലോ അല്ലേ. അങ്ങനെ ഞാൻ എന്നും പറയുന്ന ഡയലോഗാണ്. ഇവൾക്ക് ബിറ്റൊക്കെ ഒന്നും എടുക്കാനായിട്ട് തുണി ഉണ്ടാവില്ല, വെക്കാൻ അലമാരയിൽ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി ഇതാണ്ടോ, ഇതൊക്കെ ഓളുടെ റോണ് കഴിച്ച് ഇപ്പൊ ഒക്കെ കാലിയാക്കി കയറുകയാണ്. ആവശ്യമുള്ളത് മാത്രമേ ഓൾ ഇതിൽ വെച്ചിട്ടുള്ളൂ. കണ്ടോ, ഓളെ ചെരുപ്പ്, ഓളെ കുറച്ച് മാക്സി കാര്യങ്ങൾ, കുറച്ച് ഷോള്, ബാക്കിയൊക്കെ റോ ഫില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഫില്ലാക്കണമെങ്കിൽ അടുത്ത പർച്ചേസ് നടത്തേണ്ടി വരുമോ? ഇന്ത്യയാണ് ഇവിടെ ഇരിക്കണത് ഷർട്ട്. അത് ഇതെന്താ അടിക്കൊക്കെ? അത് എൻ്റെ മാത്രം അടിക്കി വെച്ചിരിക്കണ്. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ ഒരു ജീൻസ് പാൻറ്റാണ് കഴിച്ച്. ഞാൻ അത് 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പാൻറ്റ് ഒഴിവാക്കുന്നത്. അത് വരെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കഴിച്ച്. കാരണം ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അടിയിലൊക്കെ ചളി അയക്കുന്നത്, ഇത് ആർക്കും കൊടുക്കാനും പറ്റൂല. അലൻ കിടക്കണോക്ക്, അലൻ നല്ല ഉറക്കാണ്. അലനൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ടാണ് പണി കാര്യം. ആടിവളെ
എലി കരണ്ട് തിന്നണ മാതിരി തുറക്കാതെ അതിനുള്ളത്തെ മുട്ടായിയൊക്കെ തിന്ന ആളാണ്. ഞാൻ ഇനിയിപ്പോൾ അടുത്ത കരണ്ട് ഉണ്ട്. ഞാൻ അടുക്കളയിലെ പണിയാണില്ലേ, അടുക്കളയിലൊക്കെ പമ്പിച്ച പണിയാണ് നടക്കുന്നത്. അതാ ബക്കറ്റ് നിറഞ്ഞു പോണേ, ഫുള്ള് വെള്ളം അടിച്ച് കഴുകന്നെ കേട്ടോ. ഇവിടെ എന്നാ നനച്ചുള്ളി പണി എടുക്കുക. ആളെ വിളിക്കണോ? അപ്പോഴും ഞാൻ പറഞ്ഞു ഇത്ര വലിയ പെര വേണ്ടാന്ന് എന്നോട്. അതിനവിടെ ആൾക്കാരവിടെ നിങ്ങൾക്ക് ഒരു പണിക്കാരത്തിന് ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാ? എന്നാ വിളിക്കി. ഉമ്മാക്ക് പണി എടുക്കാന്ന് വെച്ചാൽ വൈകുന്നേരത്ത് കൂലി കിട്ടില്ല എന്ന് നമ്മ പറയുന്നത്. മറ്റേത് ഉമ്മാക്ക് പണി കഴിഞ്ഞ് പോകുമ്പോ കൂലി കിട്ടുന്നേ. അപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലത്രേ അല്ലേ? അവിടെ പന്ത് കളിച്ചിട്ട് പൊടി പറയുന്നതല്ലേ. ശരിയാ. പണ്ട് ഞങ്ങൾ പന്തളിക്കാൻ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ തന്നെ പറയല് അതൊക്കെ കുട്ടികൾ പന്തളിച്ചോട്ടെ, നിങ്ങൾ കഴുകാല്ലേ ഇവിടെ. ഇടുവാ ഇതാരാ? മദ്രസ കുട്ടി വന്നേ. അതിപ്പോ മറ്റേ കളിച്ചുണ്ട മാമ്പഴത്തിനൊരു വെള്ളാട്ട പോക്കര് ദിനം നടക്കും. ഉടുതുണിട്ടില്ലെങ്കിലും തലേമ്മ തട്ടുണ്ട്. തുണി വേണ്ടേ? പക്ഷെ അല്ല തല മറക്കണം എന്ന് പറഞ്ഞിരിക്കണം, ഉടുതുണി വേണ്ടെന്ന് പറഞ്ഞിരിക്കണൊക്കെ. ചുണ്ടൻ മാമ്പഴമേ അല്ലേ അതൊക്കെ എങ്ങനെ ഡാൻസ് കളിക്കുക? അന്നെ അന്നെ അങ്ങനെ നടക്കുക പാടത്ത് കൂടെ. അതന്നെ കൈ ഇങ്ങനെ വീശ്. ആ പാടത്ത് കൂടെ എന്താ വെള്ളാട്ട പോക്കര് നടക്കില്ലേ? അതിനെ ഇതിട്ടിട്ട് പേടിപ്പിക്കാൻ പോയതിട്ട് രാവിലെ ഇതിനെ നടക്കുക. അതന്നെ തന്നെ ഒരു കുട്ടിഭൂതം ഇറങ്ങിക്കണെന്ന് പറയും നാട്ടുകാര്. അപ്പൊ എന്തായാലും കുറച്ച് നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ടായില്ലേ. ഇതാണ് ഇവിടുത്തെ അംഗം. രാവിലെ തുടങ്ങും ഇതേമാതിരി ഓരോ കളികളും കോപ്രായങ്ങളും. നല്ല രസമാണ് പലഹാരം കൊണ്ട് കഴിച്ച്. ആ കളികളാണ് ഇപ്പം കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇനിയും കൊണ്ട് പറ്റുന്ന മാതിരി പെരയിൽ എല്ലാവർക്കും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കണേ. നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടിയ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളത്, മനസ്സിലായില്ലേ? എന്നിട്ടാണ് ആൾക്കാർ പറയുന്നത് ഉമ്മാക്കൊന്നും വാങ്ങിയില്ലേ ഉമ്മാക്കൊന്നും വാങ്ങിയില്ലേ. ഉമ്മാക്ക് വാങ്ങിയത് ഫോണ്, പിന്നെ ടൈഗർ ബാം, വയസ്സായ ആൾക്കാർക്ക് തേക്കാനുള്ള മുട്ടുകാർക്കുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ പ്രവാസിയായിട്ട് അവിടെ പോയി 2 കൊല്ലമൊന്നും നിന്ന് പോകുന്നവർക്കല്ല. പിന്നെ ചക്കരക്ക് ഡ്രസ്സ്, സോഫിക്ക് ഡ്രസ്സ്, സോഫിൻ്റെ മക്കൾക്ക് ഡ്രസ്സ്, ചക്കര കുട്ടികൾക്ക് ഡ്രസ്സ്, എൻ്റെ കുട്ടികൾക്ക്. അതേമാതിരി സിനുവിനൊന്നും എടുത്തില്ലേന്ന് ചോദിച്ചിരുന്നു. സിനുവിന് പർദ്ദ എടുത്തിട്ടുണ്ട്, ഓപ്പൺ പർദ്ദ സിനുവിന് എടുത്തിട്ടുണ്ട്. അത് വേറെ ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. അത് ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഈ പെട്ടിയിൽ പൊളിച്ചപ്പോഴുള്ള സാധനം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ മറ്റേ വളർത്തെടുക്കണ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും ആളുമലോരി കുറേ സാധനങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അലേക്ക് കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. ഞങ്ങളോട് പെട്ടി തുറക്കുമ്പോൾ തന്നെ പറഞ്ഞെന്താണ്, പെട്ടിക്കുള്ളിൽ മുട്ടായികൾ മാത്രമാണ് കൂടുതലുള്ളത്, അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറവാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മളെന്താണെന്നറിയോ, പെട്ടിയൊക്കെ പെട്ടിയൊന്നും കൊണ്ടുവരാതിരിക്കുമ്പോഴാണ് നല്ലത്. കൊണ്ടു കഴിയുമ്പോഴാണ് കുറ്റങ്ങൾ ഉണ്ടാവുക ആൾക്കാർക്ക്. അതുപോലെയായിരുന്നു, ഇത് തികഞ്ഞില്ല. ഞാൻ പെട്ടി തുറക്കുന്ന വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞത് അതാണ്. പിന്നെ എല്ലാവരും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം വാങ്ങിക്കൂടെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് സ്വർണം വാങ്ങാൻ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ പോയപ്പോഴാണ് സ്വർണം 1 ലക്ഷം കടന്നത്. ഓക്കെ, പിന്നെ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസൻ്റെ ഓരോ ഉറുപ്പ്യൻ്റെ കാര്യത്തിലും ഞാൻ അത്യാവശ്യം നമുക്കൊക്കെ 1 ഉറുപ്പ്യ നല്ല പൈസ, നമുക്ക് നല്ല വില തന്നെയാണ് ഓരോ പൈസയും. അപ്പോൾ നമ്മൾ എന്താക്കുക, ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ സ്വർണത്തിന് ലക്ഷങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾ പോയിട്ട് സ്വർണ്ണം എടുക്കുമോ? ഒരു സാമാന്യ ബോധമുള്ള ആൾക്കാർ ചിന്തിച്ചാൽ മതി. ലക്ഷങ്ങൾ വിലയുള്ള ടൈമിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് സ്വർണം എടുക്കുമോ? എടുക്കൂല. കുറഞ്ഞ് എടുക്കാനേ നോക്കുള്ളൂ.
കുറഞ്ഞ് എന്നാണോ കുറവ് അന്ന് എടുക്കാനേ നോക്കുള്ളൂ. പിന്നെ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വീട് വെക്കുന്ന ടൈമിലാണ് ഉമ്മാൻ്റെ സ്വർണ്ണവും സിനുവിൻ്റെ സ്വർണ്ണമൊക്കെ ഞാൻ കൊണ്ടുപോയി വിറ്റത്. ഓക്കെ, ഞാൻ പണയം വെച്ചതല്ല, വിറ്റതാണ്. പണയം വെച്ചിട്ടാണെങ്കിൽ അത് നമുക്കറിയില്ലല്ലോ. അന്നത്തെ ഏറ്റവും വലിയ ടോപ്പ് വിലയായിരുന്നു 52 എന്നുള്ള പൈസ. ഇനി ഇത് കൂടൂല എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇത് ഒരു 6-7 മാസം കൊണ്ട് ഇരട്ടിയാവുക ഇത്. അതായത് 52 എന്നുള്ളത് 1 ലക്ഷം കടന്നു. അപ്പോൾ പിന്നെ ഇരട്ടി പൈസ ആവുകയും ചെയ്ത്. അപ്പോൾ ആ പൈസക്ക് പിന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്നില്ല എന്നല്ല, നമ്മൾ എടുത്തു കൊടുക്കും. പൈസ ഒന്ന് കുറയുമോ എന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ ഞാൻ പൈസക്കുള്ള മൂല്യമുള്ള സ്വർണം തന്നെ വേണമെന്ന് ഇട്ട് നടക്കുക ഒരാഗ്രഹം, അല്ലെങ്കിൽ ആ പൈസയുടെ മൂല്യമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിയാൽ മതിയല്ലോ. ഓക്കെ, പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ. പെട്ടി തുറന്നപ്പോൾ കുറ്റായി എന്ന് പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഞാൻ കേൾക്കും. ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുന്നില്ലാന്നുണ്ടെങ്കിലും ഒരാൾക്ക് കൊടുന്നത് എന്താണ് കളറ് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആ കൊടുന്ന ആൾക്കാർക്ക് എന്നും കുറ്റായിരിക്കും കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വാങ്ങിയതായിരുന്നൊരു ജെല്ല്, തലേ തേക്കുന്ന ജെല്ല് മാത്രമല്ലാതെ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. സിനു അങ്ങനെ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല. വാങ്ങിയതെന്ന് വെച്ചാൽ മുട്ടായികൾ മാത്രമാണ്. ആ മുട്ടായികൾ എല്ലാവർക്കും ഇവിടെ ഓരിയൊക്കെ കഴിഞ്ഞിരിക്കണേ. അതായത് ഇനി ഓരിയൊക്കെ ഒന്നുമില്ല. എൻ്റെ തുണക്കാരന്മാരും മുതൽ ഈ വിലയിൽ എല്ലാവർക്കും അത് ഓരിയക്കൽ കഴിഞ്ഞിരിക്കണേ. ഇനി എന്താണ് ഓരിയക്കാനും ബാക്കിയില്ല. അതൊക്കെ കൊടുന്നതിന് ഓരിയക്കലൊക്കെ പെട്ടെന്ന് കഴിയും. എല്ലാവർക്കും പള്ളറച്ച് മുട്ടായി കൊടുക്കാൻ പറ്റുകയും ചെയ്തിങ്ങനെ. അതിൽ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ സ്വർണം കൊണ്ടുവരിക, അത് കൊണ്ടുവരിക, ഇത് കൊണ്ടുവരിക എന്നൊക്കെ ഓരോരുത്തരുടെ സജഷനാണ്. കാരണം ഓരോ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളത് എന്താണ് ചെയ്തു കൊടുത്തില്ല, നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ വിലയുള്ള ടൈമിൽ ആരും ഇനി എത്ര വലിയ കോടീശ്വരന്മാർ പോയിട്ടോ ഹെവി പൈസ ഉള്ള ടൈമിൽ ആരെങ്കിലും ബിസിനസ് പൊട്ടാൻ വേണ്ടി ഇതാക്കുമോ? അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ കുറഞ്ഞ ടൈമിൽ നമ്മൾ എടുക്കും. അന്ന് നമ്മൾ നമ്മുടെ ലാഭങ്ങളും നമ്മുടെ ഇതൊക്കെ നോക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ 1,06,000 പോയി സ്വർണ്ണം വാങ്ങിയിട്ട് നമ്മൾ വീടെത്തി 2 മാസം കഴിഞ്ഞിട്ട് കുറഞ്ഞു കഴിഞ്ഞാലോ, അപ്പോൾ നമ്മൾക്ക് പൈസനെ വിലയുള്ള ആൾക്കാർക്ക് അത് ഇടങ്ങാറ് തന്നെയാണ്. അത് വല്ലാത്തവർക്ക് ഒരു വിഷയം ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇന്ന് മീൻ കുറച്ച് ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ മീനില്ല എന്നാ പറഞ്ഞത്. ചിക്കൻ വേണോ? ചിക്കന് നല്ല പൈസ ആണോ? ചിക്കൻ വേണോ വെച്ചപ്പോൾ ചിക്കന് നല്ല പൈസ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സ്വർണം വാങ്ങുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അംഗങ്ങളിലെ. സ്വർണം വാങ്ങണമെങ്കിൽ ഇപ്പൊ നമുക്ക് വാങ്ങാം. അല്ല, സ്വർണം വാങ്ങണ ഇപ്പൊ എനിക്ക് വാങ്ങാം. പക്ഷെ അതല്ലല്ലോ, നമുക്കൊരു ഇതില്ലേ. നിങ്ങൾക്ക് ഈ 1 ലക്ഷത്തിന്റെ മുകളിലുള്ള ടൈമിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാം. നിങ്ങൾക്ക് ആ 43 കഴിക്കേ. ഇവിടെ ചവിട്ടി ചാലിയാക്കിയ പ്രശ്നമുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഇട്ടൂടെ ചവിട്ടി നടക്കാം? എവിടെ ഇവിടെ ഞങ്ങൾ പണി തുടങ്ങിയേക്കണം. എന്താ നിങ്ങളാ മസ്ത് ഊരിട്ടാടി ഡി ഡി അത് ഊരിട്ട് എന്റെ കൂടെ വാ. അപ്പൊ അറിയില്ലല്ലോ അത് പണിയെടുക്കണെന്ന് അറിയുള്ള ബോധം വരുമ്പോൾ അത് നിർത്തിക്കോളൂ.